ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു വിറകടുപ്പ് എങ്ങനെ ഭംഗിയായി കത്തിക്കാം. അത് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് ചെറിയൊരു കാര്യങ്ങളും കൂടി ചേർത്ത് അതെങ്ങനെ നല്ല ഭംഗിയാക്കി ഉപയോഗിക്കാം, വിറകടുപ്പ് എങ്ങനെ കത്തിക്കാമെന്നതാണ്. വളരെ ശ്രദ്ധിച്ച് നോക്കുക. ആദ്യമായിട്ട് നമുക്ക് ഇതിന് വേണ്ടത് ഒരു 3/4 ഇഞ്ച് മുതലുള്ള 3/4 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ ആയാലും ഒരു സ്ക്വയർ പൈപ്പിൻ്റെ കഷ്ണം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു സ്ക്വയർ പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതാണ് സ്ക്വയർ പൈപ്പിൻ്റെ കഷ്ണം. ഇത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ അടുപ്പിൻ്റെ നീളം അനുസരിച്ചാണ്. ആ നീളം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ അടുപ്പ് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ഈ ഒരെഡ്ജ് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് കണ്ടിക്കുക. ഇതുപോലെ ചെരിച്ച് കണ്ടിക്കുക. അപ്പുറത്തെ വശം സ്ക്വയറായിട്ട് തന്നെ ഇരിക്കണം. അവിടെ നമുക്കൊരു ചെറിയ ബ്ലോവർ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ വേണ്ടത് ഒരു ഇഷ്ടിക കഷ്ണമാണ്. ഒരു ഇഷ്ടിക കഷ്ണം. ഈ ഇഷ്ടിക കഷ്ണത്തിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതുപോലെ സെൻട്രലായിട്ട് ഇങ്ങനെ ഇത് വെക്കണം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് 2 സൈഡിലും വരയിടണം. വരയിടണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നമുക്കിത് കട്ട് ചെയ്യാനുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പോർഷനിലും ഇതിങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് വരയിടുക. എന്നിട്ട് ഈ 3/4 ഇഞ്ച് പൈപ്പ് അതിനകത്ത് ഇരിക്കത്തക്ക വിധത്തിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കളയണം. സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ നമുക്ക് ചെറിയ ആംഗിൾ ഗ്രൈൻഡർ ഹാൻഡ് ഉപയോഗിച്ച് കൈകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാവുന്നുള്ളൂ. അങ്ങനെ കട്ട് ചെയ്ത ഭാഗം ഞാനിത് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ സൈഡ് അങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. നോക്കുക എങ്ങനെയാണെന്ന് നോക്കിയേ, കട്ട് ചെയ്തേക്കണേ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ പറയുന്ന ഈ സ്ക്വയർ പൈപ്പ്, ഇതൊരു 3/4 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പാണ്. ഇത് വെക്കണം. ഇതിങ്ങനെ വെക്കണതിൻ്റെ കാരണം ഇത് ശരിക്കും ഇത് വെക്കേണ്ടത്, ഇതിപ്പോൾ അടുപ്പിലാണ് വെക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ പറയുന്ന ഇഷ്ടിക ഉണ്ട് ഇത് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് ഇതിനകത്ത് ഇരിക്കണം. ഇതിങ്ങനെ വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പൈപ്പ് ചൂടാകാൻ പാടില്ല. അടുപ്പ് നന്നായിട്ട് കത്തുമ്പോഴും ഈ പൈപ്പ് ചൂടാകാൻ പാടില്ല. അതുകൊണ്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വയ്ക്കുന്ന മറ്റ് ചെറിയ ബ്ലോവറിനൊക്കെ അത് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഒട്ടും ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒലയിലൊക്കെ ഉണ്ടാകുന്ന പോലെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ അടുപ്പിൽ അത് കറക്റ്റായിട്ട് വെച്ച് കാണിച്ചു തരാം. ഇത് വയ്ക്കുമ്പോൾ ഇത് കറക്റ്റ്, ഇപ്പോൾ പാറലായിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ ഇത് കറക്റ്റ് ഇത് ഫ്രീ ആയിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ കാര്യം. ഇനി ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്ക്വയർ പൈപ്പിലേക്ക് ഈ പറയുന്ന സ്ക്വയർ പൈപ്പിൻ്റെ 1 ഇഞ്ച് ഇവിടെ ഒരു അല്പം കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഇലക്ട്രോണിക്സ് കടകളിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ കിട്ടുന്ന ചെറിയ DC ബ്ലോവർ കിട്ടും. ആ ബ്ലോവർ ഇവിടെ ഫിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു DC ബ്ലോവർ ഞാനിവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. അത് നിങ്ങൾ നോക്കുക. ഇതുണ്ടോ, ഒരു 12 വോൾട്ട് DC-യിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്ലോവറാണിത്. ഓക്കെ, DC 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ചെറിയൊരു ബ്ലോവർ. അത് ഞാൻ ഈ സ്ക്വയർ പൈപ്പിൻ്റെ ഇതാണ് ബ്ലോവർ. നിസ്സാര വിലയേ ഉള്ളൂ. ഇത് നമ്മൾ ഈ പൈപ്പിൻ്റെ അറ്റത്ത് ഇപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് പയ്യെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ സൗകര്യാർത്ഥം. ഇത് ഇപ്പോൾ 1 ഇഞ്ച് പൈപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിനകത്തേക്ക് കയറിയിടണം. ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഗ്ലൂ ചെയ്ത് അടച്ചാൽ മതി. അത് നമ്മുടെ സൗകര്യാർത്ഥം ചെയ്യാൻ പറ്റും. പിന്നെ 12 വോൾട്ട് DC ആണല്ലോ ഇതിന് കൊടുക്കുന്നത്. ആ 12 വോൾട്ട് DC ഒരു അഡാപ്റ്റർ വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വീട്ടിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഇരിപ്പുണ്ടാകാം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ വാങ്ങാം. ഒരു 12 വോൾട്ട് അഡാപ്റ്റർ. ഇത് 12 വോൾട്ട് അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്റർ ഇതിന് ഈ ഒരു അല്പം വയറെടുത്ത് നീളത്തിലിട്ട് കൊടുത്തിട്ട്, ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കറണ്ടേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലൊരു സംഭവം കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് തമ്മിൽ യോജിപ്പിക്കാൻ എളുപ്പമുണ്ട്. ഈ 2 അഡാപ്റ്ററും ഇതും കൂടെ. ഇനി ഇത് കൃത്യമായിട്ട് ഇത് നമ്മൾ വെച്ചിട്ട്
ഇതെങ്ങനെയാണ് കത്തിക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുപ്പ്. ഇവിടെ വെളിച്ചം അല്പം കുറവുള്ളതുകൊണ്ട് ഞാനൊരു ലൈറ്റ് മുകളിൽ നിന്ന് ടോർച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ ഒരു സ്പോട്ട് പോലെ കാണുന്നത്, വെളിച്ചം കുറവുള്ളതുകൊണ്ട്. അപ്പോൾ ഈ നീളം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും ഇതാണ്, ഈ പറയുന്ന ലെങ്ത്ത്. ഇതാണ് നമ്മുടെ വിറകിൻ്റെ അടുപ്പിൻ്റെ ഈ പറയുന്ന ലെങ്ത് ആണ്. അപ്പോൾ ഇത് ഇവിടം വരെ വരണം. അതിനുശേഷം ഒരല്പം പുറകോട്ടും കൂടെ നിൽക്കണം. നമ്മുടെ ഈ സംഭവങ്ങൾ ഇതിനകത്ത് പിടിപ്പിക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. അതിനുശേഷം നമ്മൾ ശരിക്കും ഈ പറയുന്ന ഈ നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ കട്ട ഇത് ഇവിടെ വെക്കണം. ഇവിടെ വയ്ക്കുക എന്നുള്ള കറക്റ്റ് ഇവിടം വരെ കൊണ്ടുവരാം. അതിനുശേഷം ഈ പൈപ്പ് ഒട്ടും താഴേക്ക് പോകാതെ കാണാൻ പറ്റുന്നുണ്ടോ, ഒട്ടും താഴേക്ക് ഇറങ്ങാതെ ഈ ഇഷ്ടികയുടെ ലെവലിൽ നിന്ന് ഇത് താഴേക്ക് പോകരുത്. താഴേക്ക് ഇറങ്ങി പോകാതെ ഇത് പരുവത്തിൽ നിങ്ങൾ താഴേക്ക് പോകാത്ത പരുവത്തിൽ നിങ്ങൾ കയറ്റി വയ്ക്കുക, ഇതുപോലെ. അതിനുശേഷം ഈ ഇഷ്ടിക നമ്മൾ നടുക്ക് വെച്ചു. വീണ്ടും 1-2 ഇഷ്ടികകൾ ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ വിറക് അങ്ങോട്ട് ചെരിഞ്ഞിരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇതിനകത്തേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ട് അവിടെ ഈ കത്തുന്ന ഭാഗങ്ങൾ പുറകോട്ട് കത്തി ചാടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 2-3 ഇഷ്ടികയും കൂടെ ഞാനിത് ഈ കൂടെ വെക്കുകയാണ്. അതൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇത് ഒരു കൈ കൊണ്ട് തന്നെ ഇത് പറയുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഇത് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഇനി ഒരു ഇഷ്ടിക നമ്മൾ വയ്ക്കുന്നത് ഇവിടെയാണ്, നോക്കിക്കോ. ഇങ്ങനെ ചേർത്ത് വയ്ക്കും, ഇങ്ങനെ ചേർത്ത് വയ്ക്കും. അതുപോലെ തന്നെ ഈ പുറയിലും കൂടെ ഇങ്ങനെ ഇതൊക്കെ ചുമ്മാ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും വിറക് അങ്ങോട്ട് ചെരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ അടുപ്പിൽ. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കുന്ന സംഭവം. ഇനി നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇച്ചിരി പേപ്പർ ഇട്ട് കൊടുക്കുമായിരിക്കും നല്ലത്, പെട്ടെന്ന് തീ പിടിക്കാൻ നല്ലത്. എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 ചിരട്ടയുടെ കഷ്ണമൊക്കെയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ കിട്ടുന്നു മാത്രമേ ഉള്ളൂ. അതിനുശേഷം ശരിക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുവാണ്. കാരണം ഞാനത് ഇത് വെക്കാനായിട്ട് എനിക്ക് എൻ്റെ ഒരു കയ്യിൽ പിടിച്ചോണ്ടാണ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു തീ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബ്ലോവറും കൂടെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യണം. ഞാൻ ഒരു കൈക്ക് അത് ഫിക്സ് ആവുമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ അത് കട്ട് ചെയ്യേണ്ടി വരും. ബ്ലോവർ ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിറക് എടുത്ത് വെക്കാം. ഇച്ചിരി വലിയ വിറകുണ്ട്, അതിച്ചിരി ചെറുത് വെക്കാം. അതിനുശേഷം ഈ വിറക് കൂടെ വയ്ക്കാം. നോക്കിക്കോ ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കിക്കോളൂ. ഇത്രയുള്ളൂ ടെക്നോളജി. നോക്കിക്കോ, ഈ ബ്ലോവറും ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ഈ വിറക് ശരിക്കും കത്താത്തതിനും അല്ലെങ്കിൽ വിറകെടുപ്പ് വന്നിട്ട് കത്താത്തതിനുള്ള കാരണം. അതിനുള്ളൊരു ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആറ്റയിലേക്ക് തീ പിടിച്ചെങ്കിലാണ് ശരിക്കും കത്തുള്ളൂ. നമുക്ക് കത്തിക്കാൻ എളുപ്പത്തിന് വലിയ വിറകാണല്ലോ വെച്ചിരിക്കുന്നത്. ചെറിയ എന്തെങ്കിലും സംഭവം കൂടെ വെച്ചിരുന്നാൽ പെട്ടെന്ന് അത് കത്തി പിടിക്കാൻ എളുപ്പമുണ്ട്. എന്നാലും ഇത് കെട്ടുപോകുന്നില്ല. ആ വലിയ വിറകിലേക്ക് ഒന്ന് പിടിക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കത്തും. കൂടുതൽ വിറകും വേണ്ട, 1-2 വിറക് വെച്ചാൽ മതി. അത് തീരണതിനനുസരിച്ച് മുന്നോട്ട് തള്ളി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭംഗിയായിട്ട് കത്തും. ഞാൻ കട്ട് ചെയ്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിനകത്ത് ശരിക്കും തീയൊക്കെ പിടിച്ച് ഇപ്പോൾ കെട്ടിട്ടൊന്നുമില്ല. ഭംഗിയായിട്ട് ആ ഒരു നമ്മളൊരു കടലാസ് വെച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇതുപോലെ കത്തിക്കോളും. വിറകിലേക്ക് തീ പിടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ബാക്കി കത്തും.
ഇപ്പോൾ വിറകിന് നന്നായി തീ പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങോട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മുഴുത്ത വിറക് ആണെങ്കിൽ അല്പം താമസം വരും അതിലേക്കൊന്ന് തീ പിടിക്കാൻ. ചെറിയ വിറകുകൾ വെച്ച് കൊടുക്കുകയാണ് ഏറ്റവും എളുപ്പം. ഇവിടെ നമ്മുടെ കടയിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത് വെച്ചത്. ഏതായാലും പിന്നെ വളരെ ഭംഗിയായി കത്തും, വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. കൂടുതൽ വിറകും വേണ്ട, നന്നായി കത്തുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.